പാചകപ്പുര നവീകരണ പദ്ധതി കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പൂർത്തിയായി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയായ സ്കൂൾ പാചകപ്പുര നവീകരണം മണ്ഡലത്തിൽ പൂർത്തിയായി. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ആവശ്യപ്പെട്ട എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും പാചകപ്പുര നവീകരണ പദ്ധതി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും പൂർത്തിയാക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ പദ്ധതിയിൽ ആദ്യഘട്ടം 23 സ്കൂളുകൾക്ക് 92 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. രണ്ടാം ഘട്ടത്തിൽ 14 സ്കൂളുകൾക്കായി 95 ലക്ഷം രൂപ അനുവദിച്ചു. മൂന്നാം ഘട്ടത്തിൽ 7 ഹൈസ്കൂളുകൾക്കായി 70 ലക്ഷം രൂപയും അനുവദിച്ചതോടെ കയ്പമംഗലം മണ്ഡലത്തിൽ ആവശ്യപ്പെട്ട എല്ലാ പൊതുവിദ്യാലയങ്ങളിലെയും പാചകപ്പുരയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ET ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. ഈ അടുക്കള നവീകരണ പരിപാടി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അതിൻ്റെ അവസാനത്തെ ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ സെൻറ്റ് ജോസഫ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഏകദേശം 50 എണ്ണമാണ് നമ്മുടെ മൊത്തം ഈ കയ്പമംഗലം മണ്ഡലത്തിൽ നമ്മളിപ്പോൾ എടുത്തത്. 3 വർഷത്തോളം ആയി. ഓരോ വർഷം 25, 17, അതിനുശേഷം ഈ അവസാനിക്കുന്ന ഹൈസ്കൂൾ സെക്ഷനുള്ള എല്ലാ ഹൈസ്കൂളിനും ആവശ്യപ്പെട്ടതനുസരിച്ചുള്ളത് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 80% സ്കൂളുകൾക്കായി നമ്മളിത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ അപൂർവമായിരിക്കും ആവശ്യപ്പെട്ട മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ അടുക്കള നവീകരണ പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ അതിൻ്റെ കണക്കൊന്ന് കൂട്ടി നോക്കി. 277 ലക്ഷം രൂപയാണ് ടോട്ടൽ ഇതിനു വേണ്ടി നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ചെലവ് ചെയ്യപ്പെട്ടത്. ഒരു ബൃഹത്തായ സംഖ്യയാണ്, വലിയ സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കാദമിക് നിലവാരത്തിനോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യത്തിൻ്റെ ഇതൊക്കെ നോക്കി ഒപ്പം തന്നെ ആളുകളെന്ന് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഇങ്ങനെ മോശമായ അടുക്കളെല്ലാം ഒന്ന് വികസിപ്പിക്കാൻ മെച്ചപ്പെടുത്താനുള്ള ഒരു പദ്ധതി നടപ്പാക്കണമെന്ന്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടണം എന്ന കാഴ്ചപ്പാടാണ് ഇത്തരം പദ്ധതികളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും MLA പറഞ്ഞു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാചകപ്പുരയുടെ പൂർത്തീകരണ ഉദ്ഘാടനം ചെയ്തത് സംസാരിക്കുകയായിരുന്നു MLA. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവറൽ ഫാദർ ഷൈജൻ കളത്തിൽ മുഖ്യാതിഥിയായി. ഇത് വലിയൊരു നന്മയുടെയും ഔദാര്യത്തിന്റെയും അടയാളമായി ഞങ്ങൾ കാണുന്നു. ഈ നാട്ടിലെ നമ്മുടെ സ്കൂളിന് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ MLA തൻ്റെ കഴിവും തൻ്റെ ധനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കൂളിന് ചെയ്തു തന്ന ഈ വലിയ ഉപകാരത്തിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ്, പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.